നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 26. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്ന് അവയവിയാവിയെ ആവരിച്ചിടുന്നു. അവനിവൻ എന്നതിനാൽ അവൻ നിനയിക്കുന്ന അവശതയാം അവിവേകമൊന്നിനാലേ. മനുഷ്യ സൃഷ്ടിയിൽ എല്ലാ കാര്യത്തിലും പൂർണ്ണമായ സാദൃശ്യമുള്ള രണ്ടുപേരെ കാണാനില്ല. ഒരാളുടെ വിരലടയാളം പോലെയല്ല വേറൊരാളുടേത്. കേവലം വിരലിൻ്റെ അറ്റത്തുള്ള തോലിൽ മാത്രം കാണുന്ന ഈ വ്യത്യാസത്തിന് ലോകം മുഴുവൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. കുറ്റക്കാരെ കണ്ടുപിടിക്കുവാനും തിരിച്ചറിയുവാനും പലപ്പോഴും വിരലടയാളമാണ് തെളിവ്. എന്നാൽ പരമസത്യം അറിയുന്നതിന് ഒരാളെ വേറൊരാളിൽ നിന്നും വേർതിരിച്ചു കാണിക്കുന്ന ഉപാധി അറിഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല, ഏകീകരിച്ച് അറിയുവാനുള്ള സമന്വയ ബുദ്ധി അതിന് ആവശ്യവുമാണ്. മല്ലന്മാരുടെ ശരീരം എത്ര കൊഴുത്ത് ഇരുണ്ടിരിക്കുന്നു. മാംസപേശികളെല്ലാം ഉരുക്കുപോലെ ബലമുള്ളതായി കാണപ്പെടുന്നു. എന്നാൽ 4-5 മിനിറ്റ് നേരത്തേക്ക് അയാൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയാതെ പോയാലോ അയാൾ പ്രജ്ഞയറ്റു നിലം പതിക്കും. പ്രാണൻ ശരീരത്തെ വിട്ടാൽ സന്ധിബന്ധങ്ങളെല്ലാം അഴിഞ്ഞു പോകും. ശരീരം ആദ്യം മരവിക്കും, പിന്നീട് ചീർക്കും. ഒന്നു ചേർന്നു നിൽക്കുന്ന മാംസപേശികളും അതിലെ ഓരോ അറയും അഴുകി മണ്ണിൻ്റെ ഭാഗമായി തീരും. ശരീരത്തിലെ പ്രവൃത്തികളും ഇന്ദ്രിയങ്ങളുടെ സംവേദനങ്ങളും മനസ്സിൻ്റെ ഓർമ്മശക്തിയും വിചാരധാരയും പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു. നാം ജനിച്ച അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്ന നിമിഷം മുതൽ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ പ്രാണനെ ഉള്ളിലേക്ക് വലിക്കുവാനും വിടാനുമുള്ള ചുമതല ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത്? ജീവൻ എന്ന് നാം പെട്ടെന്നുത്തരം പറഞ്ഞേക്കാം. എന്നാൽ ഈ ജീവൻ എന്ന് പറയുന്നത് എന്ത്? എന്നുണ്ടായി? എങ്ങനെയാണ് അത് കോടാനുകോടി വർഷങ്ങളായി മുറിയാതെ പ്രവഹിക്കുകയും അനന്തകോടി ജീവരൂപങ്ങളായി പെരുകുകയും ചെയ്തത്? ഇതൊന്നും നാം വ്യക്തമായി അറിയുന്നില്ല. ശാസ്ത്രം പല അഭ്യൂഹങ്ങളും നടത്തുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലിരുന്ന് സ്പന്ദിക്കുകയും ശ്വാസകോശത്തെ വീർപ്പിക്കുകയും ചുരുക്കുകയും ചെയ്യുന്ന ശക്തിയെ ഗുരു ഇവിടെ ആവിയെ ആവരിക്കുന്ന അവയവി എന്ന് വിളിച്ചിരിക്കുന്നു. ആ ശക്തി ഈ ശരീരമുണ്ടാകുന്നതിന് ഇടയാക്കി എന്നു മാത്രമല്ല, ഇങ്ങനെയുള്ള കോടാനുകോടി ശരീരങ്ങളിലിരുന്ന് ഇതേ പ്രക്രിയ തന്നെ ആവർത്തിക്കുന്നു. ആവിയെ ആവരിക്കുന്ന അവയവിയുടെ ചരിത്രമറിയാവുന്നവർ മനുഷ്യരെ മാത്രമല്ല, ജീവജാലങ്ങൾക്കും അപ്പുറത്തു പോയി ജഡപദാർത്ഥങ്ങളെപ്പോലും തങ്ങളോട് ഉറ്റ സംബന്ധമുള്ളതായി മനസ്സിലാക്കും. ആ സ്ഥിതിക്ക് ഈ ശരീരത്തിലെ ഉപരിപ്ലവമായ സംവേദനങ്ങൾ ഉണ്ടാക്കുന്ന വൈകാരികമായ സുഖദുഃഖങ്ങളെ മാത്രം വലുതായി കരുതി സ്വാർത്ഥത വളർത്തുന്നത് എത്രയോ ഹീനമായ അറിവില്ലായ്മയാണ്. നാം ജനിക്കുമ്പോൾ മുതൽ ഈ ശരീരത്തെ അറിയുന്നുണ്ടെങ്കിലും അതിൻ്റെ അതീവ സങ്കീർണമായ അവയവങ്ങളിലെ ഓരോ അണുവിനെയും പ്രവർത്തിപ്പിക്കുന്നതായ അറിവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. 80-90 വയസ്സായ വൃദ്ധന് 3-4 വയസ്സു മാത്രമായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ വ്യക്തമായി ഓർമ്മിക്കുവാൻ കഴിയുന്നു. ഈ കാലം അത്രയും അയാൾ അനുഭവിച്ചതിനെയെല്ലാം നഷ്ടപ്പെടാതെ ഏതൊരു ഇരുട്ടറയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്.
ആവശ്യമില്ലാത്തപ്പോൾ ഓർമ്മകളെയെല്ലാം ഒളിച്ചു വയ്ക്കുവാനും ആവശ്യം വരുമ്പോൾ വെളിവാക്കുവാനും സഹായിക്കുന്നതായ നിഗൂഢ ശക്തി ഏതാണ്? ഇത് ശരീരഭേദമില്ലാതെ എല്ലാ ജീവജാലങ്ങളിലെയും എല്ലാ പ്രക്രിയകളും ഉത്തരവാദിത്വത്തോടുകൂടി നടത്തുന്ന അറിവിലുമേറിയ അറിവാണെന്നുള്ളതിന് സംശയമില്ല. വ്യക്തിഗതമായ മനസ്സ് ഈ അറിവിനെ അറിയാതെ അവശമായി കഴിയുന്നത് കൊണ്ട് അവൻ ഇവൻ എന്നിങ്ങനെയുള്ള ഭേദബുദ്ധിക്ക് അടിമപ്പെട്ടു പോകുന്നു. നാനാത്വബോധം കൊണ്ടുണ്ടാകുന്ന എല്ലാ ഭീതികൾക്കും ദുഃഖങ്ങൾക്കും കാരണം വ്യക്തിഗതമായ അറിവിന് സമഷ്ടിയായ അറിവിനെ പ്രാപിക്കാൻ കഴിയാതിരിക്കുന്നു എന്നുള്ള അവശതയാണ്.